മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. പച്ചക്കറി കൃഷി പരിപോഷിപ്പിക്കാൻ അങ്കമാലി നഗരസഭയുടെ മാതൃകാ പ്രവർത്തനം ജനകീയാസൂത്രണ പദ്ധതിയിൽപ്പെടുത്തി HDPE ചട്ടികൾ വിതരണം ചെയ്തു. ഗ്രോ ബാഗുകളിൽ പച്ചക്കറി കൃഷി നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യ ഭീഷണി ഒഴിവാക്കാൻ ഹൈ ഡെൻസിറ്റി പോളിയെത്തിലിൻ ചട്ടികൾ സഹായിക്കും. ചെടികളുടെ വളർച്ചയ്ക്ക് ഗുണകരമായ തരത്തിൽ 2 പാളികളായാണ് HDPE ചട്ടികളുടെ നിർമ്മാണം. 5 വർഷം വരെ ചട്ടികൾ ഈടുനിൽക്കും. ആദ്യഘട്ടത്തിൽ 19ാം വാർഡിലെ ഗുണഭോക്താക്കൾക്കാണ് ചട്ടികൾ വിതരണം ചെയ്തത്. ജീവാണു വളവും ചകിരിച്ചോറും വേപ്പിൻ പിണ്ണാക്കും ഇതോടൊപ്പം സൗജന്യമായി നൽകി. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വിഷരഹിത പച്ചക്കറി എന്ന ആശയം കൂടുതൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നഗരസഭ ഇങ്ങനെ എല്ലാ വർഷവും പദ്ധതികൾ നടപ്പിലാക്കുന്നത്. വളരെ കളർഫുൾ ആയിട്ടുള്ള ചട്ടികളിലാണ് നമ്മൾ തൈകൾ വെച്ചു കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ചട്ടികളിലെ കളർ കാണുമ്പോൾ തൈകൾക്കും ഒരു ആവേശം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. നന്നായി വിളയാൻ അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഈ ചട്ടി കാണുന്നതിന് വളരെ കളർഫുള്ളാണ്. ഇതിനിപ്പോൾ മത്സരം ആവശ്യക്കാർ കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ഇങ്ങനെ ഇത്ര കളർഫുള്ളായ ചട്ടികളെന്ന് ആളുകൾക്ക് അറിയാനുണ്ടായില്ല. അപ്പോൾ ചട്ടി വിതരണം തുടങ്ങിയപ്പോഴാണ് ഇത് ഇങ്ങനത്തെയാണെന്ന് അറിയുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം അപേക്ഷകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ 10 എണ്ണം എന്നുള്ളത് 5 എണ്ണമാക്കി തീരുമാനിക്കുകയും കൂടുതൽ അപേക്ഷകൾ ഉൾക്കൊള്ളാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ നമ്മുടെ ഈ ഉദ്യമം വിജയപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും കൃഷിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനുവേണ്ടി ശ്രമം നടത്തുന്നത്. പല പരീക്ഷകൾ നടത്തിയെങ്കിലും ഉദ്ദേശം പോലെ വിജയിച്ചില്ല. വിത്ത് കൊടുത്തു നോക്കി, അതെല്ലാം വീട്ടിലിരുന്ന് ഉണങ്ങിപ്പോയുള്ളൂ. പിന്നെ തൈ കൊടുത്തു നോക്കി, അതും ഉദ്ദേശമായത് വിജയിച്ചില്ല. അപ്പോഴാണ് അവസാനം നമ്മൾ ചട്ടിയിൽ തൈ നട്ട് നല്ല മണ്ണും അതിൽ ജൈവവളങ്ങളൊക്കെ ചേർത്ത് തൈ നട്ടങ്ങോട്ട് കൊടുക്കുകയാണ്. ഇനി ആകെ ഒന്ന് നനച്ച് പരിപാലിച്ചാൽ മതി, വിളവെടുക്കാം. ആ പരുവത്തിലാക്കി കൊടുക്കുകയാണ്. എന്തായാലും ഇതിൽ മുൻകൈ എടുത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാസ്റ്റിനെയും അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷി ഉദ്യോഗസ്ഥന്മാർ, കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെയും നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരെയും കൗൺസിലങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ HDPE ചട്ടിയുടെ വിതരണം എല്ലാവരുടെയും അനുവാദം നിർവഹിച്ചതായി അറിയിക്കുന്നു. വൈസ് ചെയർപേഴ്സൺ റീത്ത പോൾ അധ്യക്ഷയായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷരായ ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ, ലിസി പോളി, ലക്സി ജോയി, റോസ്ലി തോമസ്, LDF പാർലമെന്ററി പാർട്ടി ലീഡർ TY ഏലിയാസ്, BJP പാർലമെന്ററി പാർട്ടി ലീഡർ AV രഘു, നഗരസഭാ കൌൺസിലർമാർ, സെക്രട്ടറി ജെയിൻ വർഗീസ്, കൃഷി വകുപ്പ് ഓഫീസർ NT ഓമനക്കുട്ടൻ, കൃഷി അസിസ്റ്റന്റ് PL ദോസ്, രാജേശ്വരി, കില കോർഡിനേറ്റർ P ശശി എന്നിവർ പ്രസംഗിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജ്വല്ലേഴ്സ്, അങ്കമാലി.